നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഫോളോയിങ് വ്യൂ ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കാനാണ് പറയുന്നത്. ഓഫ് ദി ഐസോമെട്രിക് വ്യൂ ഗിവൺ ബിലോ. നമ്മുടെ ഐസോമെട്രിക് വ്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐസോമെട്രിക് വ്യൂ. ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ വരയ്ക്കണം? ഈ ഐസോമെട്രിക് വ്യൂവിൽ നോക്കിയിട്ട് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ, അതിൻ്റെ സൈഡ് വ്യൂ, അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതേ ഐസോമെട്രിക് വ്യൂ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഈ 3 വ്യൂവും വരച്ചതാണ്. നമുക്കിതിനകത്ത് ഇപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ എക്സ് ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ എക്സ് വൈ നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ നോക്കുന്നത് ഇവിടെയും എങ്ങനെ തന്നെയാണ്? ഈ ഡയറക്ഷനിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുന്നത്. ശരിയല്ലേ? ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ നമുക്കറിയാം തേർഡ് ആംഗിൾ പ്രൊജക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വാഡ്രന്റ് വരുന്നത്. ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. ശരിയല്ലേ? നമ്മുടെ ഫ്രണ്ട് വ്യൂ നോക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുന്ന ഈ ഡയറക്ഷനിലാണ്, ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്, ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. ദെൻ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മുകളിൽ വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ ഹൊറിസോണ്ടൽ പ്ലെയിനും റെഫറൻസ് ലൈനിൻ്റെ താഴെ ഇതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവഴി നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ കൂടെ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ സർഫസ് തന്നെയാണ്, ഈ ഒബ്ജക്റ്റിൻ്റെ ഇത്രയും സർഫസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പൊസിഷനിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ വരച്ചു. ഇവിടെ എന്ത് ചെയ്യണം? റെഫറൻസ് ലൈനിൻ്റെ താഴെ വരയ്ക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. 20 വീതിയും 30 ഹൈറ്റും നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ഇവിടെ വരയ്ക്കുക, സൈഡ് വ്യൂ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ തേർഡ് ആംഗിൾ പൊസിഷൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഇവിടെ തന്നെ വരും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഓക്കെ, നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ 20 mm എടുത്തു. 20 mm എടുത്തു. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 30 mm ആണ്. ഹൈറ്റ് 30 mm ആണ്. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 12 mm ആണ്. അതും നമ്മൾ മാർക്ക് ചെയ്തു. 12 mm. ഓക്കെ, ദെൻ ഇത് തൊട്ട് ഇതുവരെ എത്രയാണ്? 8 mm ആണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 8 mm ആണ്. ആ 8 mm നിന്ന് പിന്നെ ഒരു 8 mm ആണല്ലേ. ദെൻ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യിപ്പിക്കുക. കറക്റ്റ് ഈ സർഫസ് കിട്ടിയില്ലേ? കിട്ടിയല്ലോ. ദെൻ ഇതിൻ്റെ നേരെ മുകളിലായിട്ടായിരിക്കും ഇതിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നമ്മൾ ട്രേസ് ലൈൻ മാർക്ക് ചെയ്തിട്ടു. പാരലായിട്ട് ട്രേസ് ലൈൻ മാർക്ക് ചെയ്തിട്ടു. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് നോക്കുന്ന ഇവിടെയും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ സർഫസും തന്നെയാണ് കാണുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 20 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് മുതൽ ഇതുവരെ 20 ഉണ്ട്, മാർക്ക് ചെയ്തു നമ്മൾ. ഓക്കെ, ദെൻ ഇത് തൊട്ട് ഇതുവരെ 12ഉം ഇത് തൊട്ട് ഇതുവരെ 8ഉം അതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 12ഉം 8ഉം ആയപ്പോൾ എത്രയായി? 28ആയി. 12ഉം 8ഉം ആയപ്പോൾ 20ആയി. സോറി, 8 ആയപ്പോൾ 20ആയി. അത് നമ്മൾ മാർക്ക് ചെയ്തു. 20 അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതിൽ നമ്മൾ എത്രയൊക്കെ മാർക്ക് ചെയ്യണം? ഇത് 12 മാർക്ക് ചെയ്യണം, 8 മാർക്ക് ചെയ്യണം. നമ്മൾ ആദ്യം 12 മാർക്ക് ചെയ്തു. ബാലൻസ് ഇവിടെ 8 ഉണ്ട്. ഓക്കെ, അതുപോലെ ഇതും നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അവിടെ 12 മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ഈ 2 ലൈനും നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ചു. ഇതും നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ചു. ശരിയല്ലേ? ഇതല്ലേ അതിൻ്റെ ടോപ്പ് വ്യൂ. ഈ ബോക്സാണ് ഇത്. ഓക്കെ, ഈ പോർഷനാണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വരയ്ക്കാൻ പോകുന്ന സൈഡ് വ്യൂ ആണ്, തേർഡ് ആംഗിൾ പോർഷൻ്റെ സൈഡ് വ്യൂ. ഇത് ലെഫ്റ്റ് സൈഡാണ്. സൈഡ് വ്യൂ ഇങ്ങനെ തന്നെയാണ്. ഈ പോർഷനും കാണാൻ പറ്റും, ഈ പോർഷനും കാണാൻ പറ്റും അല്ലേ. അപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ
ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുക. അപ്പോൾ എവിടെ വരയ്ക്കുക? ഫ്രണ്ട് വ്യൂ ഇതല്ലേ? ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വരയ്ക്കുക. ശരിയല്ലേ? അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്നൊരു ട്രേസ് ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 22 ഉണ്ട്. ഇതുതൊട്ട് ഇതുവരെ 8 ഉണ്ട്. അപ്പോൾ ടോട്ടലി എത്ര ഉണ്ട്? 30 ഉണ്ട്. ഈ ഹൈറ്റ് തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ആ 30 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 20 ഉണ്ട്. ഇത് മുതൽ ഇതുവരെയും 20 തന്നെയാണല്ലോ, അതും മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ 22ഉം പിന്നെ 8ഉമാണ്. അപ്പോൾ നമുക്ക് 22ഉം 8ഉം ഇത് മുതൽ ഇതുവരെ 22 8. അപ്പോൾ ഇവിടെ അതുപോലെ മാർക്ക് ചെയ്താൽ പോരെ? 22 8ഉം 22ഉം 8. ഓക്കെ, ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യിപ്പിക്കുമ്പോൾ ആ സൈഡിൻ്റെ സർഫസ്. ശരിയല്ലേ? ഓക്കെ, ഈ പോർഷനാണ് ഇതല്ലേ? ഈ പോർഷനാണ്. അപ്പോൾ ഇതതിൻ്റെ സൈഡ് വ്യൂ, ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതതിൻ്റെ ടോപ്പ് വ്യൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? മെഷർമെൻറ്റ് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഓരോ ഡയമെൻഷൻസും മാർക്ക് ചെയ്യുക. ഇതുപോലെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പേനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ 2H വെച്ച് വരച്ചതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക? HB ഇട്ട് വേണമെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സർഫസ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പെൻ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ താഴെ, ടോപ്പ് വ്യൂ മുകളിൽ, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എങ്ങനെയായിരുന്നു? നേരെ തിരിച്ചായിരുന്നു. മനസ്സിലായോ?